ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്സ് ബൈ റിയാസ് രാജ. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ്, അജ്മാനിലാണ്. നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. അതൊരു റോഡ് ട്രിപ്പാണ്. നമ്മൾ ഒമാനിലുള്ള മസ്കറ്റിലേക്കാണ് യാത്ര പോകുന്നത്. ഇപ്പോൾ 2 വർഷം മുമ്പ് നമ്മൾ മസ്കറ്റിലേക്ക് പോയി. പക്ഷെ ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിൽ കാറിൻ്റെ മുൽക്കിയ അതിൽ ലോൺ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളുടെ ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ പോലീസ് നമ്മളെ തിരിച്ചയച്ചു. അപ്പോൾ ഇത്തവണ നമ്മളതൊക്കെ റെഡിയാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മളുടെ ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ വേണ്ടത്, അതുപോലെ തന്നെ ഒമാനിൻ്റെ മനോഹരമായ കാഴ്ചകൾ മൊത്തം കാണാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഗൈസ്, അങ്ങനെ നമ്മൾ അജ്മാനിൽ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ ഏകദേശം ഒരു പകുതി എത്തിയിട്ടുണ്ട്. ബോർഡറിലെത്താനായിട്ടൊരു പകുതി വഴി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. ഗൈസ്, അങ്ങനെ നമ്മൾ അജ്മാനിൽ നിന്ന് നമ്മുടെ ബോർഡറിലേക്ക്, ഹത്ത ബോർഡറിലേക്ക് എത്താനായിട്ട് 1 hour 30 minutes ഉണ്ട്. അപ്പോൾ നമുക്കിനിപ്പോൾ ബോർഡർ ലക്ഷ്യമാക്കിയിട്ട് പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഹത്ത ബോർഡറാണോ ക്രോസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. മരുഭൂമിയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ചെടികൾ ഇവർ നട്ടു വളർത്തുന്നുണ്ട്. 1-2 വർഷം മുമ്പ് നമ്മൾ പോകുമ്പോൾ ഇത്രയും ചെടികളൊന്നും ഇവിടെ വെച്ചിട്ടില്ല ഇവർ. ഇനി നമുക്ക് ബോർഡറിലേക്ക് ഒരു 55 minute കാണിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഹത്ത ബോർഡർ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മളുടെ ഫോണിൽ കാണിക്കുന്നത് കണ്ടോ, 34 minute ബോർഡറിലേക്ക്. മനോഹരമായ ദൃശ്യങ്ങളാട്ടോ, കംപ്ലീറ്റ് മലകളാണ്. കേസ് അങ്ങനെ നമ്മൾ ഹത്ത ബോർഡർ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു 20 minutes കൊണ്ട് നമ്മൾ ഹത്ത ബോർഡർ എത്തും. ചുറ്റും മലകളാണ്, റോക്ക് മൗണ്ടെയ്ൻസ് ആണ്. വളരെ മനോഹരമായ കാഴ്ചകളാട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒമാനിൽ നമ്മൾ കാണുന്ന ആ റോക്ക് മൗണ്ടെയ്ൻ ലാൻഡ്സ്കേപ്പ് ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. Continue for 6 kilometers. ലിമിറ്റ് 100 ആട്ടോ. ഇപ്പോൾ നമ്മൾ ക്രൂസിലിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ UAE ബോർഡർ, ഹത്തയിലുള്ള ബോർഡർ ക്രോസ് ചെയ്ത് അങ്ങനെ നമുക്ക് ഒമാൻ്റെ വിസ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് കണ്ട പെട്രോൾ സ്റ്റേഷനിൽ നിർത്തിയിട്ട് അവിടുന്ന് സിം കാർഡാണ് നമ്മളപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്. ഗൈസ്, അങ്ങനെ നമ്മൾ സൊഹാറിലാണ് താമസിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. മെർക്കുറയിലാണ്, മെർക്കുറ ഹോട്ടലിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നോക്കുമ്പോൾ വന്ന വഴിക്കൊരു മലയാളികളുടെ കട കണ്ടു. അപ്പോൾ അവിടെ നിന്നൊരു ജ്യൂസ് പറഞ്ഞു. പിന്നെ അത് ഈ ഒരു കടയിൽ നിന്ന് നമ്മൾ മട്ടൺ ബുഖാരി കഴിക്കാനുള്ളൊരു പ്ലാനിലാണ് വരുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മസ്കറ്റാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇനീഷ്യലി സൊഹാറിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ കാലത്താണ് അപ്പോൾ നമ്മൾ മസ്കറ്റിലേക്ക് പോകാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ പോകുന്ന വഴി നമ്മളൊരു മലയാളിയുടെ ഒരു കട കണ്ടു കേട്ടോ, കാണുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു ജ്യൂസ് പറഞ്ഞു, പിന്നെ ചെറുതായിട്ട് ഫുഡൊക്കെ അവിടെ നിന്ന് പറഞ്ഞേക്കാണ്. അപ്പോൾ അത് കൂടുതൽ കാഴ്ചകളാണ്. പിന്നെ നമ്മളത് ഈ ഒരു ഹോട്ടലിലോട്ട് കയറിയിരിക്കുന്ന ഫുഡ് കഴിക്കാനായിട്ട്. പാതിരാത്രിയായി. അപ്പോൾ ഇവിടുത്തെ റേറ്റ്സ് ഉണ്ട് അത്യാവശ്യം ദുബായിലത്തെ റേറ്റ്സിനേക്കാൾ അത്യാവശ്യം നല്ല കുറവാണ് ഇവിടെ. നമ്മളിപ്പോൾ ഇവിടെ ഓർഡർ ചെയ്തിട്ടുള്ളത് മട്ടൺ മക്ബൂസാണ്.
2.5 ഒമാനി റിയാലാണ്. 25 ദിർഹം വരുന്നുള്ളത്. ഇപ്പോൾ ദുബായിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു 45 ദിർഹമെങ്കിലും മിനിമം വരും. അപ്പോൾ വെജിറ്റബിളിൻ്റെ കണ്ടോ, സാലഡ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് കണ്ടോ, മട്ടൻ്റെ ഒരു വലിയൊരു പ്ലേറ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് 2 പേർക്ക് 3 പേർക്കൊക്കെ അത്യാവശ്യം കഴിക്കാൻ പറ്റും. ജസ്റ്റ് 25 ദിർഹംസ് മാത്രമേ വന്നുള്ളൂ ഇതിന് റേറ്റ്സ്. അപ്പോൾ നമ്മൾ കണ്ടോ സൊഹാറിലേക്ക് പോകുന്ന വഴി ഫുഡ് കഴിച്ചത് എവിടെ നിന്നാട്ടോ, മട്ടൺ ബുഖാരിയാണ് കഴിച്ചത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 25 ദിർഹംസേ ആയിട്ടുള്ളൂ. അടിപൊളി ഫുഡായിരുന്നു. ഹൈ ഗൈസ്, അപ്പോൾ നമ്മൾ മെർക്കുറി ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളുടെ ലോബി വരുന്നത്. 324 ആണ് നമ്മുടെ റൂം കേട്ടോ. അപ്പോൾ നമുക്ക് റൂമിൻ്റെ കാഴ്ചകളൊന്ന് കാണാം കേട്ടോ. ഇതാണ് ഇവിടുത്തെ റൂം വരുന്നത്. നമുക്ക് ഈ റൂമിന് കൊടുത്തിട്ടുള്ളത് ഒരു 333 ദിർഹംസ് ആണ് നമ്മൾ വന്നിട്ടുള്ളത്. അത്യാവശ്യം വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള എന്താ പറയുക ഒരു ബാത്തിങ് ഏരിയ, കമോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അത്യാവശ്യം നല്ല വിശാലമായ ഒരു ബെഡ് കൊടുത്തിട്ടുണ്ട്, ഒരു സോഫ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഒരു ടി വിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൂം. പുറത്തത്തെ കാഴ്ചകൾ ഇപ്പോൾ കാണാൻ പറ്റില്ല, നാളെ കാലത്ത് കാണിച്ചു തരാം. ഓക്കെ, ഹായ് ഗൈസ്, ഇവിടെ ഒരു സ്മാർട്ട് ടി വി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ചാനൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, ഹോട്ടലിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. വേക്കപ്പ് ടൈം നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ലാംഗ്വേജ് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പരിപാടി കേട്ടോ. പിന്നെ ഒരു കുഞ്ഞ് ഫ്രിഡ്ജും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മളുടെ ഒമാനിലത്തെ ഫസ്റ്റ് ഡേ ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷൊഹാറിലുള്ള മെർക്കുറി ഹോട്ടലാട്ടോ. അത്യാവശ്യം അടിപൊളി ലോബിയൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അത്യാവശ്യം വലിയ സ്വിമ്മിംഗ് പൂളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഒന്ന് കുട്ടികൾക്കും ഒന്ന് വലിയ ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള സ്വിമ്മിംഗ് പൂളുകളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. ചെക്കൗട്ടിൻ്റെ ടൈം വന്നിട്ട് 12 o'clock ആണ്. ഇവിടെ രാത്രി സിനിമയൊക്കെ കാണാനായിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം മനോഹരമായ ഒരു ഗാർഡൻ സ്പേസാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് മെർക്കുറി ഹോട്ടലിന് വിട പറയാം. ഈ ഹോട്ടലിൻ്റെ താഴെ ഇഷ്ടംപോലെ പെയിൻറ്റിങ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാവുന്നതാണ്. ഇഷ്ടംപോലെ പെയിൻറ്റിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ രാജാക്കന്മാരുടെ ഇമേജസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ലോബി സ്പേസ് വരുന്നത്. ഇവിടെ ധാരാളം റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. മെർക്കുറി ഹോട്ടൽ. ബൈ ബൈ. ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഇവിടെയായിട്ട് താമസിച്ചത് മെർക്കുറി ഹോട്ടൽ. അതായത് ഹത്ത ബോർഡർ കഴിഞ്ഞിട്ട് സൊഹാറിലേക്ക് പോകുന്ന മെയിൻ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത്. അപ്പോൾ സൊഹാറിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണാം. ഓക്കെ, നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. യുഎനെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ചൂട് കൂടുതലാട്ടോ ഇവിടെ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മൾ സൊഹാർ ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. Is on the right. ഗൈസ്, ഇപ്പോൾ നമ്മളെ അവിടെ നിന്ന് മെർക്കുറി ഹോട്ടലിൽ നിന്ന് ഒരു 15 മിനിറ്റ് നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ
ഫോർട്ടിലെത്തും കേട്ടോ. ഇപ്പോൾ ഫോർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. കൂടുതൽ കാഴ്ചകൾ കാണാം നമുക്ക്. ഈ ഒരു വലിയ ഫോട്ടോ ഓവർലുക്ക് ചെയ്യുന്നത് ഈ ഒരു ബീച്ചിലേക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. കാണുന്ന കോർണിഷ് നമ്മുടെ കാറിവിടെ പാർക്ക് ചെയ്തു. ഇവിടെ ഫോർട്ട് വന്നിട്ടത്. ഫോർട്ട് ഓവർലുക്ക് ചെയ്യുന്നത് ഈ ഒരു കടലിലേക്കാട്ടോ. നല്ല വൈബാണ്. ഈവനിങ് ആയിരിക്കും കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. ഇവിടെ പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ അടുത്ത് കൂടി പോകട്ടോ. ഇവിടെ നമുക്ക് ഫോർട്ട് കാണാം. സൊഹാർ ഫോർട്ട്. ബീച്ചിലെത്തിയിട്ടുണ്ട് ഒമാനിൽ. സൊഹാറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. Continue for 1.5 kilometers. സൊഹാറിൻ്റെ കാഴ്ചകൾ. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ സൊഹാറിൽ നിന്ന് മസ്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ യാത്ര തുടരാം. നല്ല ബീച്ചാട്ടോ ഇവിടുത്തെ. പക്ഷെ ആൾക്കാരും ഇല്ല. ഉച്ച സമയമായതുകൊണ്ട് അധികം ചൂടില്ല. ഒരു 29 ഡിഗ്രി സെൽഷ്യസിലാണ് നിൽക്കുന്നത്. സൊഹാറിൽ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാറുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ആൾക്കാരെ ആരെയും നമുക്ക് തീരെ പുറത്ത് കാണാൻ പറ്റുന്നില്ല കേട്ടോ. കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 hour 15 minutes ആണ് നമ്മൾക്ക് മസ്കറ്റിലേക്ക് എത്താനായിട്ടുള്ളത്. ഈ ഒരു വഴി കൂടിയാണ് പോകുന്നത് കേട്ടോ. അത് കടലാണ്. മസ്കറ്റിലേക്കുള്ള റോഡ് ട്രിപ്പ് വളരെ പ്ലസൻ്റ് ആട്ടോ. അതുപോലെ തന്നെ സ്ട്രെസ് റിലീഫുമാണ്. റോഡിലധികം കാറുകൾ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വളരെ സമാധാനത്തിൽ പോവാം. ഗൈസ്, അങ്ങനെ നമ്മൾ മത്ര എത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി വൈബാണ്. കുറെ ഷിപ്പുകൾ വന്ന് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. മത്രയിലെത്തിയിട്ടുണ്ട് നമ്മള്. ഗൈസ്, അപ്പോൾ നമ്മളുണ്ടല്ലോ
മസ്കറ്റിലുള്ള ഇത്തി എന്നുള്ളൊരു സ്ഥലത്തെത്തിയേക്കാട്ടോ. ചുറ്റും മൗണ്ടൻസ് ആണ്, റോക്ക് മൗണ്ടൻസ് ആണ്, മൊത്തം റോക്ക് മൗണ്ടൻസ് ആണ്. ഓൾമോസ്റ്റ് ഒരു അതെ നമ്മുടെ കാറ് ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. ആൾക്കാർ ഇപ്പോൾ കുറേ ആൾക്കാർ വന്ന് ചാടിയുണ്ട് കേട്ടോ, മലയാളികൾ ഇഷ്ടംപോലെ ഉണ്ട്. ഹെവി വൈബാട്ടോ ഇവിടെ, മൊത്തം റോക്ക് മൗണ്ടൻസ്, അതിൻ്റെ ഇടയിലേക്കൊക്കെ ഇങ്ങനെ കടൽ വന്ന് ചാടിക്കിടക്കണം. ഇവിടെ കംപ്ലീറ്റ് റിസോർട്ട്സാണ്. ഹെവി വൈബ്, വേറെ ലെവൽ ആംബിയൻസ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ മസ്കറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസ്കറ്റിൽ നമ്മൾ എടുത്തിരിക്കുന്നത് അൽഫലാജ് ഹോട്ടലാണ്. ഇതൊരു 4 സ്റ്റാർ ഹോട്ടലാട്ടോ. അപ്പോൾ അതേ നമ്മളുടെ ലഗേജൊക്കെ ചങ്ങാതി റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹോട്ടലിനെ കുറിച്ച് കാഴ്ചകൾ കാണാം. അത്യാവശ്യം വിശാലമായ ഒരു കാർ പാർക്കിംഗ് ആയിട്ടുള്ളത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു അടിപൊളി ആംബിയൻസ് ആട്ടോ ഹോട്ടലിൽ. മൊത്തം മരം ആട്ടോ അതൊക്കെ, അടിപൊളി ആംബിയൻസ് ആട്ടോ. നമ്മളുടെ റൂം 414 ആണ്. ഗൈസ്, അപ്പോൾ ഇതാട്ടോ നമ്മളുടെ റൂം വന്നിട്ടുള്ളത്. നോർമൽ ഹോട്ടലിൻ്റെ ഒരു ലേ ഔട്ട് തന്നെയാണ്. ഇവിടെ ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്, കമോഡ് കൊടുത്തിട്ടുണ്ട്, പിന്നെ അത്യാവശ്യം വലിയൊരു കബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പേർക്ക് കിടക്കാം. നല്ല ആംബിയൻസ് ആട്ടോ. നമ്മൾ മെർക്കുറിയിൽ പോയതിനേക്കാൾ വേറെ ലെവൽ ആംബിയൻസ് ആണ്. അഡീഷണൽ ബെഡും സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ സൊഹാറിൽ മെർക്കുറിയിൽ താമസിച്ച് കഴിഞ്ഞപ്പോൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വളരെ ലിമിറ്റഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അൽഫലാജിൽ ഇത്രയും ഐറ്റംസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടിപൊളിയായിട്ട് സംഭവം.